നിഖിലിന്റെ ഭാര്യ വന്നിട്ട് നിഖില് നോക്കുകയുള്ളൂ. നിഖില് അപ്പൊ തന്നെ കൂടെ പോകും. അതാണ് രാവിലെ ഒരുമ്പോ ഞങ്ങള് എണീറ്റ് വരും. സമയം വന്നിട്ട് 5:10 തോന്നുന്നു. മേലിപ്പോ കാണിക്കാനും പറ്റില്ല, ഫോണും ഇല്ല. ഒരു മിനിറ്റ് കാണിച്ചു തരാം. സമയം വന്നിട്ട് 5:15. 6:20 ട്രെയിന്. ഇവിടുന്ന് 10-20 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു പാലക്കാട് ടൗണിക്ക്. എത്തുമല്ലോന്നും അറിയില്ല. സമയമായി ഞങ്ങൾ എണീക്കാൻ. രാത്രി 2 മണിയൊക്കെ കിടക്കാൻ. കോപ്പിയൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ആ സമയമായി. അപ്പം ഇനി വേഗം പോകണം. അപ്പം ഇനി പോകുമ്പോൾ കാണാം. എന്താണ് ബ്രഷ് ചെയ്യണം. പിള്ളേരിവിടെ വർക്കിങ്ങിലാണ്. കാലത്ത് 5:15 എന്താ അത് ചെയ്ത് കളിക്കുക. എന്തോ പറ്റിയിട്ടുണ്ട് ചെയ്ത്. പാതി പോയി പാതി അങ്ങടായില്ലേ. ഇതിലിപ്പോ എന്താ പ്രശ്നം? ഇതേപോലെ ഇപ്പുറത്ത് ആക്കിയാ മതി. എന്താ ഡ്രിമ്മേ അറിയോ മണി? स्नेक कटिंग, सब कटिंग, सिसर कटिंग, जंबर कटिंग, बंबर कटिंग, सचिन कटिंग, सलमान कटिंग, टॉप कटिंग, पॉप कटिंग, अत्तन कटिंग स्पेशल സാറിന്റെ സന്മുഖം. രാവിലെ എണീറ്റ് കോമഡി ആക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് ഒരു കുഴപ്പമില്ല. അവൻ പലതും പറയാം. കടയിൽ പോയിട്ട് പിന്നെ കടയിൽ പോയി ചെയ്യണേ. നമ്മ ചെയ്ത് കഴിഞ്ഞാൽ പാതി അവിടെ പാതി ഇല്ലാണ്ടാവില്ലേ. അതിന് 70 രൂപ മേടിച്ചടാ. 70 രൂപ തേങ്ങ കാര്യമില്ല. അത് അത്രയും വേണ്ടുള്ളൂ. എത്ര മണിക്ക് ട്രെയിൻ അറിയോ? 6:20. 5:15. എവിടെ ഇറങ്ങാനേ സമയായി. ഇല്ല കുളിക്കണ്ട നീ. എന്നാ പോടാ പോയി കുളിക്കടാ. വണ്ടി അതിനിപ്പോ നീ എന്തായാലും നീ അങ്ങനെ തന്നെ ആയല്ലോ. കാണിക്കില്ല നീ പറഞ്ഞ എനിക്ക് എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പ്രശ്നമൊന്നുമില്ലടാ. കാര്യൊന്നുമില്ല, അറിയണൊന്നുമില്ല. ഇപ്പൊ വെളിച്ചം വന്നതിനെ അറിയാം. എന്താ ബാഗ് ഇത് ഇതേ ഇത്ര ബാഗ് മണിനെന്താ തിന്നാലും ഇത്ര പേര് ബാഗ്. ഞങ്ങൾക്ക് വേറെ ബാഗ് എല്ലാം സെറ്റായി. ബാഗ് കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയി നിക്കാണ്. എനിക്കൊരു കുളിച്ച് അതായത് ഇപ്പൊ മാത്രമേ കുളിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഗ്യാങ്ങില്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ കണ്ട മനസ്സിലായോണ്ട് രണ്ടുപേരും കുളിച്ചിട്ടില്ല എന്നുള്ളത്. അതെ ഞങ്ങൾ ഇന്നലെ രാത്രി കുളിച്ചു അല്ല. രാത്രി കുളിച്ചു. രാവിലെ എണീറ്റ് എങ്ങനെ മാറ്റിയതായോ അതുപോലെ തന്നെ ഉണ്ടോ അപ്പോഴും കണ്ണൊക്കെ ഓർക്കതിൻ്റെ ഇത്. മോൻ കഴുകായിരുന്നു അല്ലേ? മോൻ കഴുകി ഞാൻ ക്യാമറ ഒന്ന് ഇറക്കി കാണിച്ചില്ല. അത് ഇനി പഠിച്ചിട്ടില്ലല്ലേ നീ? ഒന്നും പറയാൻ പറ്റില്ലാന്ന്. അതുപോലെ പെട്ട് കഴിഞ്ഞു. സമയം വന്നിട്ട് 5:45 പെട്ടു. ഞങ്ങൾക്കിനിപ്പോൾ ട്രെയിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പരിപാടി ടാസ്ക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ റെഡിയാകാൻ വേണ്ടിട്ട് 4:30 എണീക്കാൻ വേണ്ടിട്ട് വിചാരിച്ചു. ഒന്നും നടന്നില്ല. ഇല്ലടാ ഏത് നല്ല സുഖം ഉറങ്ങാൻ പറയാ. അതെ വേറെ ട്രെയിൻ ആണെങ്കിൽ അടുത്ത ട്രെയിനിൽ പോയിട്ടുണ്ടാവും. വേറെ ഓപ്ഷൻ ഇല്ല. 10-20 മിനിറ്റിൽ അവിടെ എത്തുമോ നമ്മള്? ട്രെയിന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ബസ്സിന് പോലും പ്ലാൻ ചെയ്യാം. വേറെ എവിടെയും പോയിട്ട് വരാം. എന്നാ ഞാൻ വേഴ്സ് ട്രെയിൻ നോക്കട്ടെ ഒരു മിനിറ്റ്. അങ്ങനെ ട്രെയിന് പാലക്കാട് ടൗൺ വിട്ടിരിക്കുകയാണ്. ഞങ്ങളെ കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് എന്താണ് കറക്റ്റ് ട്രെയിൻ കിട്ടി. ഇതാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രെയിന് നമ്മ തിരുവനന്തപുരം എത്ര മണിക്ക് എത്തും പറഞ്ഞ 2 മണിക്കാ? 12:30. എനിക്ക് തോന്നുന്നു 12:30 എത്തില്ല തോന്നുന്നു. ഇത് തിരുവനന്തപുരം ട്രെയിൻ തന്നെയാണ്.
നിഖിലിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരാം. Guys, ഇവിടെ തന്നെ സിഗ്നൽ ഇപ്പൊ ഇട്ട് കഴിഞ്ഞു. സ്റ്റോപ്പ്. ഇതെന്താ ട്രെയിൻ പിന്നെ പോയിക്കൊണ്ടിരിക്കണോ? മറ്റേതാണ് അറിയൂല. നേരെ ചോദിച്ചിട്ട് വരാം. മൈക്ക് വന്നേ വണ്ടിയത്ത് അറിയോ? തിരിച്ചു വണ്ടിയാണ്. ഓടി വന്ന് കേറിയില്ല നമ്മള്. തന്നെ ആയിരിക്കും. ട്രെയിനാണ്. ചെന്നൈ വണ്ടിയാണിത്. ആ പഴനി. അപ്പൊ തിരിച്ചെന്തൂര്. പാലക്കാട് പാടനിര എന്താണ് പാടനിര എന്താണ് നിരകളിലൂടെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കാണ്. പാടം കഴിഞ്ഞ അല്ല ഇത് സ്ഥലം പറയുന്നു. ആ മെഡിക്കൽ കോളേജ് അല്ല പാലന ഹോസ്പിറ്റൽ. പാലന ഹോസ്പിറ്റലാ ബാക്കിലുണ്ട്. പാലന ഹോസ്പിറ്റൽ തോട് 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 കുളം സ്കൂൾ പിള്ളേർ വരുമല്ലോ. കുളം പാലം പാലം കുളം. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് പുറത്തിറങ്ങിയ പോലെയാണ് ഞങ്ങൾ ഇതാവുന്നത്. ഇതുപോലെയൊക്കെ പറയും. അടുത്തടുത്ത് വീട് അയക്കാനാ അല്ലേ? മിക്കവാറും നിഖിലിന്റെ ഭാര്യ വന്നിട്ട് നിഖില് നോക്കുകയുള്ളൂ. നിഖിലൊക്കെ അപ്പൊ തന്നെ കൂടെ പോകും. ഞാൻ നടത്തറയാൻ പോയത്. എടാ ഇത് വലിയ കട്ടിയുള്ള തുണിയാണ് തോന്നടാ. അതല്ല മനസ്സൊന്ന് പതറി കാശ്. ഞങ്ങളെ ആകെ മൈക്ക് വാങ്ങിച്ചൊന്ന് ഉദ്ഘാടനം ചെയ്തോളൂ. നമ്മുടെ ചെക്കൻ ഒന്ന് കാണിച്ചാണ്. സാധനം പോയി. എനിക്ക് തോന്നുന്നു മറ്റേ ഇതില് ഓട്ട ഉണ്ടാക്കിട്ട് കമ്പി വെച്ച് കട്ടിയിട്ട് മറ്റേതാക്കാൻ വിചാരിക്കും. ഞങ്ങളെ മൈക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കയ്യും കാലൊക്കെ സൂചിച്ചോ നീലെ? പണ്ടന്മാര് കയ്യും കാലൊന്നും എന്നെ പിടിക്കുക മറ്റേതാക്കിയ തമാശക്ക് ചെയ്യാം. ഒന്ന് ഫോൺ അങ്ങോട്ട് പോവും, ഒന്ന് മൈക്ക് പോവും. ആ കൈ ഒതുക്കി പിടിച്ചാൽ മതി. എന്തെങ്കിലും തോന്നുന്നു വെച്ചാൽ നീ ഇതിനടിച്ചോ. എക്സ്പെൻസീവ് ആണ്. ആ അതെ. 4000 ഇല്ല ഇതിന് മേലെ ഉണ്ട് വില. ഫോണ് എന്റെ മുതലേ ഇതാണ്. ആകെ ഉള്ളത് എന്റെ സമ്പാദ്യം ഇത് മാത്രമേ ഉള്ളൂ. ഐഡന്റിറ്റി മാത്രം ഐഫോണാണ്. എന്ത് ഐഡന്റിറ്റി ഐഫോൺ ഉള്ളത്? അതെ എന്താ ഐഡന്റിറ്റി? എന്തോ മറ്റൊരു പറയില്ലേ എന്റെ ഗിറ്റാർ എന്റെ ഐഡന്റിറ്റി ഐഫോൺ. നമുക്ക് ഓരോരുത്തർക്ക് ഓരോന്നുണ്ടാവില്ലേ? ഇപ്പൊ ചിലർക്ക് ലാപ്ടോപ്പ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഓരോരുത്തർക്ക്. നമുക്ക് ഫോൺ അത്ര എന്താ ചെയ്യാ? അതിന്റെ ഫീൽ എന്താണെന്ന് അറിയില്ല അതിന്റെ. അതൊക്കെ അത്രയും ആഗ്രഹം ഇൻട്രസ്റ്റ് അതിൽ കാണിച്ച ഒരു സംഭവം നമ്മൾ മേടിക്കുമ്പോ അതിനുള്ളൊരു മര്യാദ ഉണ്ടാവുമല്ലോ. എന്റെ ലവറ് എന്റെ ഫോണാണ്. ഫോൺ ഉണ്ടായിരുന്നുള്ള ഇന്നലെ കിടക്കുമ്പോ ചാർജ് വെച്ചിട്ടുണ്ടായിരുന്നു. പുതുനഗരം സ്റ്റോപ്പ് എത്തി. ഇതാണ് പുതുനഗരം വിന്റേജ് ആണ്. റെയിൽവേ സ്റ്റേഷൻ, പഴയ വിന്റേജ് റെയിൽവേ സ്റ്റേഷൻ ആണിത്. അത്ര തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഒരച്ചത് ചെക്കൻ പോകാൻ പോകണമെന്ന് തോന്നുന്നു. ഞങ്ങളെ ഇതിലെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരേ ആളാണ് മണിയാണ്. ഇവിടെ രണ്ടുപേരുണ്ട്. ഒരാൾ മൈക്ക് ഓണാക്കി വെച്ചിട്ടുണ്ട്, എന്താണ് ഒരാള് മറ്റേതുണ്ട്. ഇനിയിപ്പോ തിരിച്ചൊന്നും എത്തണോ? അല്ല അതോടെ ബോർഡർ താണ്ടണല്ലേ സംസാരിക്കണെങ്കി. തമിഴ്നാട് കാറ്റടിക്കണ കഴിഞ്ഞു. തമിഴ്നാട് എത്തി. ആ എന്താണ് എത്തിയുടെ ബോർഡർ കഴിഞ്ഞടാ. തമിഴ്നാട് മറ്റേ മുൾമരങ്ങളൊക്കെ ഉണ്ടാവും എടുത്തടുത്തടുത്ത്. 3 മണിക്കൂർ മോണ്ടേജ് ഷോട്ട് എടുക്കുന്നുണ്ട്. മോണ്ടേജ് ഷോട്ട് എടുക്കുന്ന എനിക്ക് തോന്നുന്നു അവൻ തിരിച്ചെന്തൂരം എത്തണ വരെ എടുത്തോണ്ടിരിക്കുന്നു തോന്നുന്നു. ഇതാണ് മോണ്ടേജ് ഷോട്ട് എടുക്കണവൻ.
കൊണ്ട് ആരും പറയില്ല ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ. അങ്ങനെ ചെയ്യാം. അതാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിവ് ഞാൻ തെളിയിച്ചു കൊടുക്കും പറഞ്ഞിട്ട് വാശിയിലാണ് ചെക്കൻ. അതൊന്നല്ല, പക്ഷെ ഫോൺ എടുത്തു, ഇതൊരു ക്യാമറ നോക്കിയില്ല. ഇന്നാണ് ആദ്യമായിട്ട് ക്യാമറ നോക്കി സാധനം കൊള്ളാൻ. ഇപ്പോൾ ഇത്രയും അടിപൊളിയാണ്. സ്റ്റേഷൻ മുതലമട ഇവിടെയാണ് വെട്ടം സിനിമ എടുത്തത്. അതിനെന്ത് ഇങ്ങനത്തെ ഒരു സൗണ്ട് വരുന്നു? ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് നമ്മളെ എന്താ ദിലീപിന്റെ വെട്ടം സിനിമ എടുത്തത് ഇവിടെയാണ്. ആ മറ്റേ പാട്ടില്ലേ, ഏതാ പാട്ടത്? അത് വെട്ടത്തിലൊന്നും അല്ലടാ. വെട്ടത്തില് ആൽമരക്ക് അപ്പുറത്ത് കാശ് ആൽമര കാണിച്ചത് ഞങ്ങൾ അപ്പുറത്താണ്. ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. വേഗം ഫോട്ടോ കിട്ടുകയാണെങ്കിൽ വേഗം ഫോട്ടോ എടുക്കും. ഇതിലാണ് ദിലീപും മറ്റേ ഇവരും കൂടി ഇറങ്ങിപ്പോയി അല്ല ഇറങ്ങണത്, സ്ഥലം മാറി ഇറങ്ങണത്. ഇതാണ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങാൻ പോവല്ലേ, ഞങ്ങൾ കയറാൻ പോവാണ്. ഒരു ഫോട്ടോ എടുത്ത് കിട്ടിയ ഫോട്ടോ നിഖിലേ, നമുക്കൊരു സെൽഫി എടുക്കണം. ഇത് മറ്റേ ടോയ് ട്രെയിൻ അല്ലാട്ടാ, കയറി കയറിയിട്ട് എല്ലാവരും കണ്ടിട്ട് പോയാൽ വന്നിട്ട് വെട്ടം സിനിമ ഷൂട്ട് ചെയ്ത സ്റ്റേഷനാണ്. അങ്ങനെയാണ് ഇത് ഫേമസ് ആയത്. പിന്നെ അറിയാൻ പറയും കൊറേ സിനിമയുണ്ട്. ഹൃദയ മറ്റേ ഹൃദയല്ല അല്ല ജോ സിനിമയില്ലേ, ജോ സിനിമയില് അവള് കാണാൻ വേണ്ടി വരില്ലേ? അത് ഇവിടെയാ. ജോ തമിഴ് പടം അല്ലേ? ആടാ, അതിന് വെള്ളമുണ്ടോ? അവള് കാണാൻ വേണ്ടി വരില്ലേ? രണ്ടുപേരും കൂടി മീറ്റ് ചെയ്തേ. അത് ഇവിടെയാണ്, ഈ ആൽമരത്തിന്റെ ഇവിടെ വെച്ചിട്ടാണ് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ടിരിക്കുക. அப்ப இருக்காரு தங்கச்சி இருக்கா, சொந்தக்காரவங்க என்ன நினைப்பாங்க? ஏன் இத்தனை நாளா சொந்தக்காரன் எவனும் இல்லையா? இப்பதான் மொத்த சொந்தக்காரன் நீ தூக்கிட்டு வந்து உங்க அப்பா வீட்டுல உட்காரச்ச. കമൽഹാസന്റെ ഒരു പടവും കൂടെ ഉണ്ട് ഇവിടെ. കമൽഹാസന്റെ ഒരു പടം കൂടെ ഇല്ലെങ്കിൽ എനിക്കറിയില്ല. ഒരു എവർഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ ആണത്. വെറുതെ കറങ്ങി കറങ്ങി എടുത്തോണ്ടിരുന്നത് ആർക്കാണ് രാശി അറിയോ? മണിക്കാണ് രാശി. അതെ, മുതലമട ഞങ്ങൾ അങ്ങനെ ഫൈനലി ഞങ്ങള് അത് കിട്ടി കറക്റ്റായിട്ടില്ലേ? പോയിക്കൊണ്ടിരിക്കാണ്. സൺറൈസ് ആയിരുന്നു. ഇതാണ് മീങ്കര ഡാം, നമ്മുടെ ഇവിടുത്തെ മുതലമട മീങ്കര ഡാം. A few moments later. ഞങ്ങള് ഭക്തിയിൽ മാത്രം നീ പൊയ്ക്കൊണ്ടിരിക്കണം പാതയിൽ. നീ വേറെ മുഖം നോക്കി വല്ലാത്തൊരു അവസ്ഥ. വേറൊരു കാര്യം കൂടെ നടന്നു. നല്ല ചിരിച്ചിട്ട് ഒരു കാര്യം കാണിച്ചു തന്നു. വിളിച്ചിട്ട് 2 മിനിറ്റ് സംസാരിച്ചുള്ളൂ, മുഖം മൊത്തത്തിൽ മാറി. അതില് പബ്ലിക്കെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊന്നും പറയുന്നില്ല. അതെ, ക്യാമറ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി പറഞ്ഞുതരാം. ഇവന്റെ എഫക്റ്റ് ആണ് അത് എനിക്ക് അടിച്ച്. ഞാൻ അവിടെ ക്യാമറ മാത്രം നോക്കിക്കോളൂ. ഇതങ്ങനെയല്ലേ തിന്നാൻ പോണവര് നോക്കുന്നത്? അളകെ തരുമാ ആസ്വദിക്കുന്നുണ്ട്, ആസ്വദിക്കുക, തിന്നാൻ പാടില്ല. അതാണ് പറയാനുള്ളൂ. അതെ, ഒരുമാതിരി താമസ വേണ്ട. ഇല്ല, വേണം. ഞങ്ങളെ ഫുള്ള് ഇത് ഞങ്ങൾ എങ്ങനെ വ്ളോഗ് എടുക്കണം, എങ്ങനെ ചെയ്യണം, ഈ ഗിംബൽ എങ്ങനെ യൂസ് ചെയ്യണം, ഇതൊക്കെ ഞങ്ങള് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഒരുത്തൻ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ സൈഡിലാക്കി പഠിച്ചോണ്ടിരിക്കുന്നത്. അതെ, വളഞ്ഞ് ഈ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഇവനെ പുകഴ്ത്തുന്നത്, ഫുള്ള് പുകഴ്ത്തുന്നതായിരുന്നു. പക്ഷെ അതവൻ ഷോയ്ക്ക് വേണ്ടിട്ട് ചെയ്തതാണ്. സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരുത്തരത്ത് ഇരുന്നിരിക്കുന്നത് എന്റെ മൈൻഡിൽ എത്ര നേരം അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതെ, എത്ര നേരം ഉണ്ടായിരുന്നില്ല അന്ന്. ഈ ഗിംബല് വളയുന്നതിനെ കാട്ടിയാണ് അവൻ വളയുന്നത്. അതെ, അത്ര വളവ് വളയുന്നവൻ. അവൻ കണ്ടിട്ടില്ല, അതാണ്. അല്ല, കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് സെറ്റ് ആവില്ല, അല്ലെങ്കിൽ നമുക്ക് റെഡിയാവും. മര്യാദക്ക് ഇറങ്ങിയ മര്യാദക്ക് പോയല്ലേ? പിന്നെ മര്യാദ. അതെ, അത് അമ്പലത്തിലായോണ്ടല്ല. മണി അടിച്ചു കൊടുക്കുക, ആൾക്കാരിക്കട്ടെ. മണി അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ആള് പോവാടാ. ഏത് കുപ്പി? വലിയ ഫ്ലാസ്ക് പുള്ളിക്കാരെ മേലെടുത്ത് വെച്ചാണ്. തലയില് ഒരു വീട് വേണമല്ലോ. ഇപ്പുറത്തെ സീറ്റില് ഒരു പെണ്ണുണ്ടായെന്ന് പറഞ്ഞിട്ട് വളഞ്ഞ് വീഡിയോ എടുത്തു കായി. ഇത് അതിന് ശേഷം ഫോണ് തൊട്ടേയില്ല അവൻ. ഇതുപോലെ ആള് നിങ്ങളുടെ ഗ്യാങ്ങിൽ ഉണ്ടാവും. പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ സീന് കാണിക്കുക, അത് കാണിക്കുക, പെണ്ണിന്റെ ഇംപ്രസ് ആക്കുക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരിന് നിങ്ങൾ ടാഗ് ചെയ്യുക.
പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തിരക്ക് കാണിച്ചു കൊടുത്തു, വീഡിയോ കാണിച്ചു കൊടുത്തു, നിൽക്കാൻ പോലും സൂചി വേണം, സൂചി നൽകിയിട്ടില്ല, അങ്ങനത്തെ തിരക്ക്. പക്ഷെ അങ്ങനെയല്ല, കഴിവുള്ളവൻ എവിടെ വേണമെങ്കിൽ കഴിവ് തെളിയിക്കും. ഞാൻ അടിച്ച സീറ്റ് പോകും, അതാ അത് വേറെ കഴിവാണ്. 3:30 അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ടാണ് പറയുന്നത്. ചെറിയതായിട്ട് ഒരു ഉറക്കമൊക്കെ ഇനി ഉറങ്ങാതെ ചായ കുടിക്കണ്ടേ? എനിക്ക് ചായ കുടിക്കാൻ പറ്റില്ല. അപ്പൊ നീ എന്ത് കഴിക്കും? കട്ടൻ കുടിക്കാൻ പറ്റും? അല്ലല്ല, ആ വണ്ടി എടുത്താടാ ദൈവനെ. ആ വണ്ടി എടുത്തതാണ് ഇപ്പൊ തലകറങ്ങി എന്നാണ് പറയണത്. ശരിക്കും ചെറുതായിട്ട് അങ്ങനെയുണ്ട്. അങ്ങനെ പൊള്ളാച്ചിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി എത്ര മണിക്കൂറുണ്ട് അറിയാം? ഇനി ഇവിടുന്ന് ഒരു 4 മണിക്കൂറോ 4.5 മണിക്കൂറുണ്ട് പോകുന്നു പൊള്ളാച്ചി. അല്ല, പൊള്ളാച്ചി എത്താനല്ല, തിരുച്ചെന്തൂരെത്താൻ. പഴനി വന്നിട്ടാണ് അത്ര നേരമായിട്ട്. നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് എത്തി. ആടാ 3:30 എത്തുള്ളൂ. 9, 10, 11, 12, 1, 2, 3, 6, 7 മണിക്കൂറുണ്ടോ? 7 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ തന്നെ. നമ്മള് പിന്നെ പഴനിയാണ്. അതെന്താ അറിയോ, മറ്റേ വ്ളോഗില് ഗായ്സ് ഞങ്ങൾ പഴനി എത്തി. ഗായ്സ് ഞങ്ങൾ പഴനി എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എവിടെയാണ് വെച്ചാൽ ഞങ്ങൾ പഴനിയിലാണ്. ഞങ്ങള് പഴനിയിലെ അടിവാരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മറ്റേ ബഗ്ഗി വണ്ടീനെ ഗായ്സ്, ഇതാണ് പഴനിയില് ബസ്. ക്യാമറ എടുക്കലും ഉണ്ട് കൂടെ, പക്ഷെ അതില് പറയാൻ പറ്റില്ല, ഇതാക്കണ പോലെ ഉണ്ട്. എന്തൊക്കെ അവസ്ഥയാണെന്ന് പറഞ്ഞാല് പെട്ടെന്ന് എല്ലാരും നോക്കണടാ. കുഴந்தைகளின் ஹீரோ தாண்டா, எதிரிகளுக்கு ஜீரோ தாண்டா.